എല്ലാ ദിവസവും രാത്രിയിലെ ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴേ ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ആരൊക്കെയോ നടക്കാറുണ്ട്. പക്ഷെ അത് ആരാന്ന് ആർക്കും അറിയില്ല. ആരും ഇതുവരെ കണ്ടിട്ടുമില്ല. ചിലരൊക്കെ അവരുടെ ശബ്ദം കേട്ടിട്ടുണ്ട്, നിഴൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. നേരിട്ട് ആരും കണ്ടിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ കണ്ടു. ഞാൻ +2 ഒക്കെ കഴിഞ്ഞ സമയമാണേ. എനിക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഒരു ഗ്രാമപ്രദേശത്താണ് ആ കോളേജ്. പക്ഷേ ഇല്ലേ, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂർ യാത്ര ചെയ്യണം ആ കോളേജിലോട്ടെത്താൻ. അതുകൊണ്ട് ആ കോളേജിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും താമസിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കുറേ തപ്പി നടന്ന് അവസാനം പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാൻ ഒരു വീട് കിട്ടി. ആ വീട്ടിലില്ലേ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു, ആൻ്റണി ചേട്ടൻ. ഒരു 45-50 വയസ്സുള്ള ആളാണ് ഈ ആൻ്റണി ചേട്ടനെ. വളരെ നല്ല മനുഷ്യനാണ്. അങ്ങനെ ഞാൻ അവിടെ താമസം തുടങ്ങി. ആദ്യത്തെ ഒരു മാസം നല്ല സുഖമായിരുന്നു. ഡെയിലി രാവിലെ കോളേജിൽ പോവുക, വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരിക. ഞാൻ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന ആ വീടില്ലേ, അതൊരു പഴയ ഓടിട്ട വീടാണ്. അതിലൊരു കൊച്ചു മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്. ആ മുറിയിൽ നിന്ന് വഴിയിലേക്ക് തുറക്കുന്ന ഒരു ജനാലയുണ്ട്. അത് തുറന്നിട്ട് നല്ല കാറ്റാണ്. അപ്പോൾ ഡെയിലി കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാലേ ഞാൻ ഈ ജനൽ തുറന്നിട്ടിട്ട് എൻ്റെ കട്ടിലിൽ ഇങ്ങനെ കിടക്കും. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടെങ്കിലും ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ശാന്തതയുള്ളൊരു സ്ഥലമാണ്. ആ റൂമിൻ്റെ ജനാല ഇങ്ങനെ തുറന്നിട്ടാലേ തൊട്ടപ്പുറത്തൊരു വഴിയുണ്ട്, അത് നമുക്ക് കാണാം. ആ വഴിയുടെ അപ്പുറത്തായിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് നിൽപ്പുണ്ടേ. ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചമേ ആ ജനാലയിലൂടെ ഞാൻ കിടക്കുന്ന റൂമിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ അടിക്കും. അതുകൊണ്ട് റൂമിൽ ലൈറ്റ് ഇട്ടില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം എല്ലാം കാണാം. അതുകൊണ്ട് ഞാൻ റൂമിൽ ലൈറ്റ് ഇടാറില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ലൈറ്റ് ഇടാറുള്ളൂ. സാധാരണ ദിവസങ്ങളിലെ ഞാനൊരു 10 മണി കഴിയുമ്പോഴേ കടന്നുറങ്ങും. പക്ഷേ ഇല്ലേ, ഞാൻ ചെന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് കാണും. അന്നൊരു ദിവസം ഞാൻ എൻ്റെ ഫോണിൽ ഒരു സിനിമ കണ്ട് ഒരിത്തിരി ലേറ്റായി. സമയം രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് കാണും. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൻ്റെ ഭിത്തിയിലില്ലേ ആരോ നടന്നു പോകുന്നതിൻ്റെ ഒരു നിഴൽ കണ്ടു. ഞാൻ പെട്ടെന്ന് ജനലിലൂടെ വഴിയിലേക്ക് നോക്കി. പക്ഷെ അവിടെയൊന്നും ആരും കണ്ടില്ല. ആരെങ്കിലും വഴിയിലൂടെ നടന്നു പോയതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അവരുടെ നിഴൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ജനലിലൂടെ എൻ്റെ ഭിത്തിയിൽ അടിക്കുന്നതാണ്. ഒരു 2-3 ദിവസം കഴിഞ്ഞാണ്. അന്നും ഞാനിത്തിരി ലേറ്റായി. അന്നും ഞാൻ എൻ്റെ ഭിത്തിയിൽ ഒരു നിഴൽ കണ്ടു. പക്ഷെ വഴിയിലോട്ട് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. പിന്നെ ഞാൻ എപ്പോഴൊക്കെ 12 മണി കഴിഞ്ഞ് ഉണർന്നിരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ നിഴൽ കണ്ടിട്ടുണ്ട്. ഒരു ദിവസമില്ലേ, ഞാൻ ഇതിനെക്കുറിച്ച് ആൻ്റണി ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ പുള്ളി കൂളായിട്ട് പറഞ്ഞു, ഓ അതാ നടക്കാൻ പോകുന്ന ഒരാളാ, നീ അത് നോക്കിയിരിക്കൊന്നും വേണ്ട. പക്ഷേ ഇല്ലേ, ഇതെന്താണെന്ന് അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഇല്ലേ ആ ജനൽപ്പടിയെ ചാരി വഴിയിലോട്ട് തിരിച്ചു വെച്ചു. എന്നിട്ട് വീഡിയോ റെക്കോർഡിങ് ഓണാക്കിയിട്ട് വെയിറ്റ് ചെയ്യുമോ ഈ നിഴൽ വരാൻ വേണ്ടി. ഞാനിങ്ങനെ ജനലിലൂടെ പുറത്തോട്ട് നോക്കി തന്നെ ഇരിക്കുക. അപ്പോൾ എന്നെ പുറകിൽ നിന്ന് നമ്മുടെ ആൻ്റണി ചേട്ടൻ വിളിച്ചു. എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു, നീ ഇപ്പോഴും ആ നടക്കാൻ പോകുന്നവരെ തന്നെ നോക്കിയിരിക്കുക അല്ലേ? നീ എത്ര നോക്കിയിരുന്നാലും നിനക്ക് അവരെ കാണാൻ പറ്റത്തില്ല. നിനക്ക് അവരുടെ ശബ്ദം കേൾക്കാം, അവരുടെ നിഴലുകൾ കാണാം, പക്ഷെ നീ ഒരിക്കലും അവരെ കാണാൻ പോകുന്നില്ല. എന്നിട്ട് ആൻ്റണി ചേട്ടൻ പറഞ്ഞു, പുള്ളിക്കാരനും അവരെ അന്വേഷിച്ച് ഇതുപോലെ കുറേ നടന്നതാണ്. പക്ഷെ പുള്ളിക്കും ഇതുവരെ അവരെ കാണാൻ പറ്റത്തില്ല. അവരുടെ നിഴലുകൾ കണ്ടിട്ടുണ്ട്, ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അവരെ കണ്ടിട്ടില്ല. അവരെ അന്വേഷിച്ച് നടന്നാലേ കുറേ ദുസ്വപ്നങ്ങൾ കാണാം, അതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞിട്ട് ആൻ്റണി ചേട്ടൻ അങ്ങ് പോയി. അതുകൊണ്ടില്ലേ, ഞാൻ എൻ്റെ ഫോൺ മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങ് കടന്നുറങ്ങി. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പിന്നെ ഒരു ആഗ്രഹം, ഇതാരാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. അതുകൊണ്ടില്ലേ, ഞാൻ വീണ്ടും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് ഞാൻ എൻ്റെ റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തിട്ട് ജനലിൻ്റെ അടുത്ത് പോയി വഴിയിലേക്ക് ഫോൺ തിരിച്ചു വെച്ച് വീഡിയോ റെക്കോർഡിങ് ഓണാക്കി. എന്നിട്ട് ഞാനും വഴിയിലേക്ക് നോക്കിയിരിക്കുവാണേ. ഒരു 12:15 കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആ നിഴൽ ഞാൻ കണ്ടു. പക്ഷെ നിഴൽ മാത്രമേ ഉള്ളായിരുന്നു, ആ വഴിയിലൊന്നും ആരും ഇല്ലായിരുന്നു. ആൻ്റണി ചേട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. ഞാൻ നല്ല ശരിക്ക് പേടിച്ച്. ഞാൻ പെട്ടെന്ന് ജനലടച്ചിട്ട് കണ്ണടച്ചൻ കടന്നു. പിന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസമാണ് ഞാൻ ആ വീഡിയോയുടെ കാര്യം ഓർക്കുന്നത്. ഞാൻ ആ വീഡിയോ ചെക്ക് ചെയ്തപ്പോഴുണ്ടല്ലോ, ആ വീഡിയോയ്ക്കകത്ത് എനിക്കൊരാളെ കാണാം. അതായത് ആ നിഴൽ വന്ന സമയത്ത് വീഡിയോയ്ക്കകത്ത് ഒരാളെ എനിക്ക് കാണാം. പക്ഷേ ഞാൻ നേരിട്ട് ആരെയും കണ്ടില്ല. ആ വീഡിയോയ്ക്കകത്ത് കണ്ട ആളുടെ മുഖമൊന്നും വ്യക്തമല്ല. പക്ഷേ അയാളുടെ മൊത്തത്തിലുള്ള രൂപം കണ്ടിട്ട് എനിക്കത് ആൻ്റണി ചേട്ടനായിട്ടാണ് തോന്നുന്നത്. എനിക്ക് എന്തൊക്കെയോ ഒരുപാട് സംശയങ്ങൾ തോന്നി. കുറച്ചുകൂടെ ലോ ലൈറ്റിൽ നല്ല വീഡിയോ എടുക്കാൻ പറ്റുന്ന ക്യാമറ ആണെങ്കിൽ ആളുടെ മുഖം നല്ല വ്യക്തമായിട്ട് കാണാമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇല്ലേ, അങ്ങനെ ഒരു ക്യാമറ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ 1-2 ദിവസം കൂടെ ഈ വീഡിയോ എടുത്തു. എന്നിട്ടില്ലേ, ഞാൻ ആ വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, 1-ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഇതാരാ? ഇവരൊക്കെ ഈ രാത്രിയിൽ നടന്ന് ഇതെങ്ങോട്ടായി പോകുന്നത്? ഇവരൊക്കെ മനുഷ്യർ തന്നെയാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. എൻ്റെ ഉറക്കമൊക്കെ ആകപ്പാടെ നഷ്ടപ്പെട്ടു. പക്ഷേ ഇല്ലേ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ നല്ലൊരു ക്യാമറ കിട്ടി. അന്ന് രാത്രി 12 മണി കഴിഞ്ഞപ്പോഴില്ലേ, ഞാൻ ആ ക്യാമറ വഴിയിലേക്ക് തിരിച്ച്
ജനൽപ്പടിയിൽ റെക്കോർഡിംഗ് ഓണാക്കി വെച്ചു. പക്ഷേ ഇല്ലേ, അന്ന് രാത്രി ഞാൻ എങ്ങനെയോ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിലില്ലേ, ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വഴിയില്ലേ, ആ വഴിയിലൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ എനിക്ക് മുമ്പേ ആരൊക്കെയോ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിലൊരാൾ ആൻ്റണി ചേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നടന്നില്ലേ, ആൻ്റണി ചേട്ടൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ആൻ്റണി ചേട്ടൻ തിരിഞ്ഞ് നിന്നിട്ട് എന്നോട് പറയും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സ്വപ്നം കാണുമെന്ന്. ഞാൻ പെട്ടെന്നങ്ങ് ഞെട്ടി ഉണർന്നേ. പക്ഷേ ഇല്ലേ, നമ്മുടെ ക്യാമറ എന്താ റെക്കോർഡ് ചെയ്തെന്ന് നോക്കാനുള്ള ധൈര്യം എനിക്കന്ന് രാത്രി കിട്ടിയില്ല. ഞാൻ ആ റൂമിൽ ലൈറ്റ് ഇട്ടിട്ട് കട്ടിലിൽ കടന്ന് എങ്ങനെയൊക്കെ നേരം വെളുപ്പിച്ച്. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഈ ക്യാമറയ്ക്കകത്തെ വീഡിയോ ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് 2 പേര് നടന്നു പോകുന്നത് ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് കാണാം. അതിലൊന്ന് ആൻ്റണി ചേട്ടനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവർ ഈ രാത്രിയിൽ എവിടെ പോകുന്നതാ? ഇനി വല്ല മോഷണ പരിപാടി വല്ലതും ആണോ? അത് മറയ്ക്കാനാണോ ഇങ്ങനത്തെ പ്രേതകഥയൊക്കെ അടിച്ചിറക്കുന്നത്? പക്ഷേ ഇല്ലേ, ആ വീഡിയോയിൽ ഒരാളൂടെ ആ വഴിയിലൂടെ തന്നെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ തന്നെയായിരുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആൻ്റണി ചേട്ടൻ അങ്ങോട്ട് വന്നേ. എന്നിട്ട് പുള്ളിക്കാരൻ പറയുക, പുള്ളിക്കാരൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടായിരുന്നു. ആ സ്വപ്നത്തിലേ ഞാനും ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. അതായത് ഈ രാത്രി നടക്കാൻ പോകുന്നവരൊക്കെ ഇല്ലേ, അവർ വിചാരിക്കുന്നത് അവർ സ്വപ്നം കാണുന്നെന്ന്. പക്ഷെ അവർ തന്നെ അറിയാതെ അവർ രാത്രിയിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുക. ഇതെന്താണെന്ന് അന്വേഷിച്ചു പോയ പലരും ഇങ്ങനെ സ്വപ്നം കാണുന്നുമുണ്ട്. അവർ തന്നെ അറിയാതെ അവർ രാത്രിയിൽ ഇങ്ങനെ നടക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാലില്ലേ, അവരെ തന്നെ അന്വേഷിച്ചാണ് ഈ നടക്കുന്നത്. പക്ഷേ ഈ നടക്കാൻ പോകുന്നവരെ ആദ്യമായിട്ട് കണ്ടത് ഞാനാണെന്ന് മാത്രം. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഞാൻ എൻ്റെ താമസം കോളേജ് ഹോസ്റ്റലിലോട്ട് മാറ്റി. ഈ കഥയില്ലേ, ഈ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന കഥയാണ്. ആൾ പണ്ടെപ്പോഴോ കേട്ടിട്ടുള്ള ഒരു റെഡിറ്റ് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ആൾ തന്നെ ഉണ്ടാക്കിയൊരു കഥയാണ്. പക്ഷേ എന്നോട് ഈ കഥ പറഞ്ഞു തന്നപ്പോൾ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഒരു നല്ല കഥയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ കഥ വീഡിയോ ആക്കിയപ്പോൾ ആൾ പറഞ്ഞത്ര ഇമ്പാക്റ്റ് കിട്ടുന്നില്ല ആ കഥയ്ക്ക്. പക്ഷേ സാരമില്ല, ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോസേ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഞാൻ അടുത്ത വീഡിയോസിൽ എന്ത് സ്റ്റോറി ചെയ്യണമെന്ന് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് ചെയ്യാൻ നോക്കാം. പിന്നെ ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോകളുടെ കമൻറ്റിൽ ഞാൻ ഈ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് കുറച്ച് കമൻറ്റുകൾ കണ്ടായിരുന്നേ. ഞാൻ ഈ വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോണിലാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ IBIS പെയിൻറ്റും അലൈറ്റ് മോഷനും. IBIS പെയിൻറ്റ് പടമൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. ഞാൻ അലൈറ്റ് മോഷനിലാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിലേ അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. പിന്നെ ഇല്ലേ, ഈ ചാനലിൽ ഞാൻ ഇതുപോലത്തെ 2-3 വീഡിയോയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടെ കയറി നോക്കണം. ആ വീഡിയോസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാവേ. അപ്പോൾ ഓക്കെ, ബൈ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാവേ.